തുടങ്ങട്ടെ? തുടങ്ങടാ. അല്ല നീ ഇപ്പൊ എന്തു എന്നെ വിളിച്ച്? അതൊക്കെ വീട്ടില്. ഇവിടെ ഞാൻ ആർജെ ആൽബിൻ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പം എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. എന്ത് പറഞ്ഞാലും ഇപ്പം ബിഗ് ബോസ് യൂട്യൂബ് പറഞ്ഞ ബിഗ് ബോസ്, ഇൻസ്റ്റ പറഞ്ഞ ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റോറി അങ്ങ് ഇട്ട്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കുറെ റീൽസ് അയച്ചു തന്നെ, അതായത് എന്റെ ഫോളോവേഴ്സ്. അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് കൈവിട്ട് പോയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ അതിലുള്ള എല്ലാത്തിനെയും നമുക്ക് പിഴിഞ്ഞെടുക്കാം. വീഡിയോയിലോട്ട് ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും എന്തായാലും 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. 11K ആക്കിയാൽ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ബിഗ് ബോസ് കണ്ടതോടെ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ കുറെ പേര് അതിനകത്ത് കിങ് ആവാൻ നോക്കുന്നുണ്ട്, കുറെ പേര് ക്യൂൺസ് ആവാൻ നോക്കുന്നുണ്ട്, കുറെ പേര് ക്യൂട്ട്നെസ് വാരി വിതറാൻ നോക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിലെ കൂട്ട് അത്രയും ഒരു ഗും അങ്ങോട്ട് വരുന്നില്ല. എന്തായാലും ഈ പുള്ളിക്കാരനെ ഒന്നും ആരും മറക്കത്തില്ല. എന്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എന്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം ആണ്. എന്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂം ആണ്. പക്ഷെ ഇത്രയും മാസടിച്ച പുള്ളിക്കാരന് അവസാനം കൈപ്പട പറ്റി. സെറ്റാക്കി കൊടുക്കാൻ ഒന്നുമില്ല, കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാന്. അവളെ ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? ശബ്ദം. വാവ്, കഴിഞ്ഞ സീസണിലെ ജാസ്മിനും ഗബ്രി, അതിന്റെ കഴിഞ്ഞ സീസണിലെ അർജുനും ശ്രീതു. പല മെമ്മറീസ് തരാനും ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ബാക്കി കാണാം. തുടങ്ങിയില്ലല്ലോ, അതിനും പടിയുവായ. എന്തായാലും അടിച്ചു പിരിഞ്ച്. കഴിഞ്ഞ സീസണിലെ കൂട്ടി ജാസ്മിനും ഗബ്രിയും ഒന്നും ഇനിയും ഉണ്ടാവത്തില്ല. അല്ല, ഒരു വിധത്തിൽ അതൊന്നല്ല, ഇത് ക്യൂട്ട്നെസ്സും ഇവരൊക്കെ ഇടൊന്നും കാണണ്ടല്ലോ. അല്ല, ചിലവർക്കൊക്കെ അത് പിടിക്കും, പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്കൊന്നും പിടിക്കത്തില്ല. എന്തായാലും ഈ സീസണിലുള്ള ഇവർക്കൊക്കെ വീട്ടുകാരെ പറഞ്ഞ് കളിക്കാനേ അറിയത്തുള്ളൂ. കഴിഞ്ഞ സീസണിലോട്ട് റോക്കി ബൈ ആവാൻ പറ്റത്തില്ല. അതെ, ഇപ്പൊ നമ്മുടെ റോക്കി ബൈ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ സീസണിൽ തലകൾ കൊയ്യാൻ പേടിയില്ലാത്ത റോക്കി ബൈ ഇപ്പൊ പഴം കട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു. എന്തായാലും കഴിഞ്ഞ സീസണിൽ നിന്റെ ചെവുക്കുറ്റി അടിച്ചാൽ മുട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന റോക്കി ബൈ ഇതിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അത് പോട്ടെ, കഴിഞ്ഞ സീസണിലില്ലേ, നമുക്ക് അടുത്ത റീൽസ് പ്ലേ ചെയ്യാം. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ല ഒന്നാമത്തെ വീക്ക് എലിമിനേഷനിൽ വന്ന് ഇത് ബിഗ് ബോസിലെ വീടല്ല. ഒന്നാമത്തെ വീക്ക് ഇവിടെ കൊറേ ഇരുന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴേ എനിക്ക് ഈ സംഭവം കത്തിയത്. ഇവര് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ സ്റ്റോക്ക് ആക്കി വെച്ചിട്ടായിരുന്നോ പോയത്? എനിക്ക് തോന്നി 100 ദിവസത്തെ ഇത് ഇവർ എടുത്തു വെച്ചിട്ടായിരിക്കും പോയത്. രേണുസുതിയുടെ ബുദ്ധി വിമാനം തന്നെ. എന്തായാലും ഈ കാര്യം ലാലേട്ടൻ പൊക്കി, നമുക്കത് കാണാം. എൻ്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ വരുന്നതിൻ്റെ അന്ന്. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? എന്തായാലും രേണുസുതി ഇത് ജന്മത്ത് പ്രതീക്ഷിച്ച് കാണത്തില്ല. ലാലേട്ട ഇങ്ങനെ വന്ന് ചോദിക്കുമെന്നോ ഇങ്ങനെ വന്ന് പൊക്കുമെന്നോ ഇതൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല. അല്ല, രേണുസുതിക്ക് മാത്രം കൊമ്പുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പോയി കഴിഞ്ഞ് ഷൂട്ട് ചെയ്തത് എടുത്തിടാനൊക്കെ? അപ്പൊ അതിൽ നിൽക്കുന്ന 19 പേരും പുറത്തേക്കുന്ന ആൾക്കാരും ഒക്കെ മണ്ടന്മാരാന്നു. എന്തായാലും എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുന്നെങ്കിൽ രേണുസുതിയെക്കാളും ബുദ്ധി ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ ജിൻഡോയ്ക്ക്. എന്തായാലും ഇപ്പൊ രേണുസുതി എന്ത് ചെയ്യുന്നു? ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് വ്യക്തമാണ് 100 ദിവസത്തെ സംഭവങ്ങൾ രേണുസുതി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊരു സിഗ്നൽ മാതിരിയായത് കൊടുത്തേക്കുന്നത് ഇനിയുള്ള ഒന്നും വിടല്ലെന്നുള്ള ഒരു ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. എന്തായാലും ഇരിക്കട്ടെ, അടുത്ത കാണാം. ഗിഷേലിന്റെ കംപ്ലൈന്റ് എന്താണ്? ഗിഷേൽ അതെ, ഇവര് മെഡിസിൻ കഴിച്ചു ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ യാതൊരു സൂക്ഷിച്ചു വെച്ചു. ഇവർ പറഞ്ഞു ഞാൻ ഉറങ്ങില്ല, ഡ്രാമ ചെയ്യുകയാണ്. അപ്പൊ എന്റെ ചങ്ക് പൊട്ടി. എന്തായാലും ചേച്ചിയുടെ ചങ്ക് പൊട്ടിയപ്പോൾ കേരളത്തിൽ എത്ര ലക്ഷം ആൾക്കാരുടെ ചങ്കായിരിക്കും പൊട്ടിയത്?
എന്തായാലും ചേച്ചിയുടെ ഈ മലയാളം കേൾക്കാൻ വേണ്ടി തന്നെ ചേച്ചി വോട്ട് ചെയ്ത് അവസാനം വരെ ആൾക്കാർ നിർത്തും എന്നുള്ളത് ഒരു തർക്കമല്ലേ ചേച്ചി? എന്തായാലും അടുത്താണ്. എന്റെ പേരെടുത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ തെളിയിപ്പിക്കാം. രേണു ബ്യൂട്ടി പാർലർ. എന്തായാലും കൊള്ളാം കേട്ടോ. ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. ആ ഒരാഴ്ചക്കകത്ത് രേണുസുതി പറഞ്ഞത് ഇച്ചിരി കൊള്ളാവുന്നതെന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും രേണുസുതി ആ ഒരു കാര്യത്തിൽ മാത്രം നാട്ടുകാർ അംഗീകരിച്ചു. എന്തായാലും ബിഗ് ബോസിനും പുറത്ത് മലയാള ഭാഷ കൊണ്ട് അടക്കി വാടാൻ ഈ ചേച്ചിക്ക് കഴിഞ്ഞു. എന്തായാലും അതിൽ ഗിസൽ ചേച്ചിക്ക് അഭിമാനിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഒരെണ്ണം കാണാം. സെക്കൻഡിനുള്ളിൽ തലവേദന വരികയും ചേച്ചി തലവേദന മാറിപ്പോണം എങ്ങനെയെന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. അതാണടാ രേണു, നിനക്കൊക്കെ എന്തോ അറിയാം രേണുസുതിയെ പറ്റി? ഇവിടെ വന്ന് ചോദിച്ചു നോക്കെ. ആക്ടിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു വാഗ്ദാനം വരുന്നു രേണുസുതി. എന്തായാലും ഇതൊക്കെ ഒരു ബിസിനസ് ഇല്ലേ? അവിടെ പിടിച്ചേക്കാൻ രേണുസുതി മാക്സിമം അടവ് കൊടുക്കാം. ചിലപ്പോൾ തലവേദന വന്നെന്നിരിക്കും, ചിലപ്പോൾ തല കറങ്ങി വീണെന്നിരിക്കും. ഇതൊക്കെ ഒരു ഭാഗമാണ് ഇതിന്റെ. രേണുസുതി 100 ദിവസത്തെ ഗെയിം പ്ലാനോടാ വന്നിരിക്കുന്ന. മിക്കവാറും കപ്പും പൊക്കിക്കൊണ്ടേ പോത്തുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത കാണാം. ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം അറിയത്തില്ല. എനിക്ക് നല്ലപോലെ മലയാളം. അതാടാ, ആർക്കാടാ തോന്നിയേ കൊച്ചിന് മലയാളം അറിയത്തില്ലെന്ന്? കേട്ടു നോക്ക്. അതൊരു ഗുണ്ടിയാണ്. അല്ലെ, എന്തുവാ പറഞ്ഞേ? അതൊരു ഗുണ്ടിയാണ്. ഓ, ഗുണ്ടീന്നായിരുന്നോ പറഞ്ഞേ? കണ്ടോ, മലയാളം കേട്ടോ? എഴുത്തുകാർക്ക് പറയാൻ പറ്റും ഇത്രയും കിടിലോട്ട് മലയാളം. ചേച്ചി പറഞ്ഞ് തെളിയിച്ചില്ലയോ? ഞാനൊരു ഗുണ്ടിയാണ്. ഓക്കെ, അടുത്ത എന്തുവാ? ഓ, അനീഷ് ഭയ്യന്റെ ആര്യൻ. ഒരു ടാസ്ക് ബിഗ് ബോസ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ 100 കളഞ്ഞ്. അനീഷ് ഭായിയോട് എനിക്ക് പറയാനുള്ള ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ടിങ് ആയി കഴിഞ്ഞാൽ നമ്മളത് പൂർത്തീകരിക്കണം. അടിക്കാൻ ഉങ്ങി കഴിഞ്ഞാൽ അടിച്ചിരിക്കണം. എന്നാ പിന്നെ അങ്ങ് ചവിട്ടിക്കൂടായിരുന്നോ? പിന്നെ ചവിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കൺഫെഷൻ റൂമിൽ പോയി ഒരു 1/2 കിലോ കണ്ണീരം കളയായിരുന്നല്ലോ. എന്തായാലും കൺട്രോൾ വിട്ടില്ല കേട്ടോ, അതാ നല്ല. ഇല്ലെങ്കിൽ മറ്റേ റോക്കി വൈ പുള്ളിക്കാരൻ്റെ കൂട്ട് അവിടെ പോയിരുന്ന് കരയേണ്ട വന്നതന്നെ. എന്തായാലും ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. കൊള്ളുന്നവർക്കായിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാക്സിമം കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എന്തോ ഭാഷ പുള്ളിക്കാരി പറയുന്നത്? ഇതിനേക്കാൾ നല്ലോണം മനസ്സിലാവും കാലകേയ ഭാഷ. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും ഭാഷ അതേ വിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അത് പറയുന്നത് കേട്ടോ. ഇതിനേക്കാളും നല്ലോണം നമ്മുടെ ഗിസിലി ചേച്ചി പറയും. സത്യം പറഞ്ഞ രേണുസുതിയെ കളിയാക്കിയത്. പക്ഷെ പുള്ളിക്കാരിക്ക് എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലത് പറഞ്ഞു കേട്ടോ. സുജിത, ഞാൻ എത്തി. എന്നിട്ട് ആ മുഖത്തെ ആ ഒരു ചിരിയും കൂടെ ആയപ്പോഴേക്കും അങ്ങ് പൂർത്തിയായി. ഞാനായിട്ട് ഈ പുള്ളിക്കാരി ഊക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ റോസ്റ്റേഴ്സ് ഇപ്പം ഊക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരിയെ തന്നെ. അതുകൊണ്ട് ഞാനായിട്ട് ഊക്കുന്നില്ല. എന്തായാലും ഈ ബിഗ് ബോസിന്റെ ഒക്കെ ഇടപെട്ട് എന്റെ യൂട്യൂബ് ജീവിതം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. എന്തായാലും ഇനിയും ബിഗ് ബോസിൽ പുതിയ കണ്ടന്റുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പുതിയ കണ്ടന്റുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാൻ നേക്കണം. എന്നാലേ നമ്മൾ പുതിയ പാർട്ടായിട്ട് വരത്തുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും ഓരോ ലൈവ് വെച്ചിട്ടാലോ ഒന്ന് ആലോചിക്കുക. വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. 11K സബ്സ്ക്രൈബേഴ്സ് ആക്കിയേക്കണം. ബെല്ലും എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ ഒന്നുമില്ല, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.